നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കിലിയൻ എംബാപ്പെ ടു റയൽ മാഡ്രിഡ് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. എല്ലാവർക്കും അറിയാം എംബാപ്പെ റയലിലേക്ക് തന്നെയാണെന്ന്. പക്ഷേ ആ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒന്നും വരുന്നില്ല. അത് എന്ന് വരും? ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത ഫ്രഞ്ച് മാധ്യമമായിട്ടുള്ള ലേക്യുപ്പ് നൽകിയിട്ടുണ്ട്. നമ്മൾ അതൊന്ന് പരിശോധിക്കുകയാണ്. അതിൽ അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: റയൽ മാഡ്രിഡ് വിൽ അനൗൺസ് എംബാപ്പെ ഓൺ മൺഡേ. തിങ്കളാഴ്ച എംബാപ്പയെ സൈൻ ചെയ്ത കാര്യം റയൽ മാഡ്രിഡ് അനൗൺസ് ചെയ്യും എന്നാണ് ലേക്യുപ്പിന്റെ റിപ്പോർട്ടിലുള്ളത്. ഫെബ്രീസിയോ റൊമാനോയും ഇക്കാര്യം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് യൂറോ കപ്പിന് മുമ്പ് തന്നെ റയൽ മാഡ്രിഡ് അനൗൺസ്മെന്റ് നടത്താനാണ് സാധ്യത എന്നായിരുന്നു. ഇപ്പൊ റയലിന്റെ ശ്രദ്ധ മുഴുവനും യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലാണ്. അത് കഴിഞ്ഞാൽ എംബപ്പയുടെ കാര്യത്തിൽ പ്രഖ്യാപനം വരുമെന്ന സൂചന നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ലേക്യുപ്പ് പറയുന്നു മൺഡേ അദ്ദേഹത്തിന്റെ ആ ഒരു സൈനിങ് അനൗൺസ്മെന്റ് ഉണ്ടാവുമെന്ന്. അതേസമയം ഫബ്രീസ് ഹോക്കിൻസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിരുന്നത് കിലിയൻ എംബാപ്പെ വിൽ ബി അനൗൺസ്ഡ് ആസ് എ റയൽ മാഡ്രിഡ് പ്ലെയർ ഓൺ മൺഡേ ഓർ ട്യൂസ്ഡേ എന്നാണ്. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അനൗൺസ്മെന്റ് ഉണ്ടാകും എന്നാണ് ഫബ്രീസ് ഹോക്കിൻസിന്റെ റിപ്പോർട്ട്. എന്നാൽ ലേക്യുപ്പ് ഉറപ്പിച്ചു പറയുന്നു അങ്ങനെ തിങ്കൾ ചൊവ്വ എന്നുള്ള സംശയം വേണ്ട, തിങ്കളാഴ്ച തന്നെ അദ്ദേഹത്തെ അനൗൺസ് ചെയ്യുമെന്ന്. കാത്തിരിക്കാം ആ ഒരു പ്രഖ്യാപനത്തിനായി. അതോടൊപ്പം എന്ന് അദ്ദേഹത്തെ പ്രസന്റ് ചെയ്യും. ചില മാധ്യമങ്ങൾ അതിനിടക്ക് അദ്ദേഹത്തെ യൂറോ കപ്പിന് മുമ്പ് പ്രസന്റ് ചെയ്യുന്ന തരത്തിലൊക്കെ അടിച്ചു വിട്ടിരുന്നു. അതിനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം യൂറോ കപ്പിനുള്ള ഫ്രഞ്ച് ടീമിന്റെ ക്യാമ്പിലാണ് ഇപ്പോൾ കിലിയൻ എംബാപ്പെ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് ആഫ്റ്റർ യൂറോ കപ്പിന് ശേഷമായിരിക്കും അദ്ദേഹത്തെ റയൽ മാഡ്രിഡ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ബെർണാബുവിൽ ഒരു വലിയ ചടങ്ങ് തന്നെ സംഘടിപ്പിക്കും. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രസന്റേഷൻ ഓർമ്മയില്ലേ? ഏതാണ്ട് അതുപോലെയുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ ഗംഭീരമായിട്ടൊരു പ്രസന്റേഷൻ ആയിരിക്കും കിലിയന് ലഭിക്കുക എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വരാം.